വെൽക്കം ബാക്ക്. മജീദ് കുർപ്പത്തി. സ്ട്രെസ് കുറയ്ക്കാനും സക്സസ് മെച്ചപ്പെടുത്താനും വേണ്ടി CBSE 2026 വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചു. CBSEയുടെ ഈ വിപ്ലവകരമായ മാറ്റത്തിൻ്റെ സർക്കുലറിൻ്റെ വിശദാംശങ്ങളിലേക്ക്. CBSEയുടെ ഈ സർക്കുലർ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അതിനകത്ത് പ്രധാനമായും കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ്, 2 ബോർഡ് എക്സാമുകൾ. ഒന്നാമത്തെ എക്സാമിന് നമ്മൾ പറയും മെയിൻ എക്സാം, രണ്ടാമത്തെ എക്സാമിന് പറയും ഓപ്ഷണൽ എക്സാം. മെയിൻ എക്സാം നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലും ആൻഡ് ഈ ഓപ്ഷണൽ എക്സാം നടക്കുന്നത് മെയ് മാസത്തിലുമായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, 3 എക്സാം വരെ വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. 3-ൽ കൂടുതൽ എക്സാമുകൾ അവർ മെയിൻ എക്സാമുകളിൽ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, സോ മാക്സിമം 3 എക്സാം വരെ വിദ്യാർത്ഥികൾക്ക് എഴുതാം. സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് സോഷ്യൽ സയൻസ് ആൻഡ് ലാംഗ്വേജ്. ഓക്കെ, ഈ 4 സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വേണ്ട ആവശ്യമായ 3 സബ്ജക്റ്റുകൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. തേർഡ് പോയിന്റ്, ഈ രണ്ടാമത്തെ എക്സാം പറഞ്ഞല്ലോ, ഓപ്ഷണൽ എക്സാം, അത് എഴുതാൻ വിദ്യാർത്ഥികൾക്ക് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ മെയിൻ എക്സാം എഴുതി ആ വിദ്യാർത്ഥി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ രണ്ടാമത്തെ എക്സാമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ഓപ്ഷണൽ എക്സാം എഴുതാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളതാണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ സബ്ജക്റ്റുകളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമായ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷണൽ എക്സാം എഴുതാം. മെയിൻ എക്സാമുകളിൽ കമ്പാർട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ, ഇതാണ് ഓപ്ഷണൽ എക്സാമിൻ്റെ യോഗ്യത. നാലാമത്തെ പോയിന്റ്, ആദ്യ പരീക്ഷയിൽ അഥവാ മെയിൻ പരീക്ഷയിൽ 3-ൽ കൂടുതൽ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ പരാജയപ്പെടുകയും അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യങ്ങൾ കാരണം എക്സാം എഴുതിയില്ല വിദ്യാർത്ഥി എങ്കിൽ ആ വിദ്യാർത്ഥി പരാജയപ്പെട്ടു എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്, അഥവാ എസെൻഷ്യൽ റിപ്പീറ്റ്. ഒന്നാമത്തെ എക്സാം എന്താണ് അഥവാ മെയിൻ എക്സാം എന്താണ്, രണ്ടാമത്തെ എക്സാം എന്താണ് അഥവാ ഓപ്ഷണൽ എക്സാം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ എക്സാം കഴിഞ്ഞു, ഇനി അതിൻ്റെ റിസൾട്ട്. മെയിൻ എക്സാമിൻ്റെ റിസൾട്ട് ഐ തിങ്ക് ഏപ്രിൽ 1 ആയിരിക്കും. ഓപ്ഷണൽ എക്സാമിൻ്റെ റിസൾട്ട് ജൂൺ 2nd വീക്ക് ആയിരിക്കും. ഇനി ഈ 2 എക്സാമുകളുടെയും സിലബസ്, പൂർണ്ണ സിലബസ് അടിസ്ഥാനമാക്കിയായിരിക്കും 2 എക്സാമുകളും നടത്തുന്നത്. ആർക്കൊക്കെ ഈ എക്സാം എഴുതാം, ആർക്കൊക്കെ എക്സാം എഴുതേണ്ടതില്ല? മെയിൻ എക്സാം എഴുതേണ്ടത് എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമാണ് മെയിൻ എക്സാം. ഓക്കെ, രണ്ടാമത്തെ എക്സാം എഴുതാൻ വേണ്ട ക്രൈറ്റീരിയ, ഫസ്റ്റ് എക്സാമിനകത്ത് വിദ്യാർത്ഥികൾ ഫെയിൽ ആവുകയോ ഏതെങ്കിലും സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് അഥവാ കമ്പാർട്ട്മെൻറ്റ് സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് സെക്കൻഡ് എക്സാം എഴുതാൻ അവസരം. ഇനി അവരുടെ സർട്ടിഫിക്കറ്റ്, എക്സാം കഴിഞ്ഞാലുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അത് 2 എക്സാമും കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഞാനിപ്പോൾ റിസൾട്ട് പറഞ്ഞല്ലോ, ആ റിസൾട്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലായിട്ട് അവരുടെ 2 എക്സാമുകളും അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 2 എക്സാമുകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവരുടെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. വിപ്ലവകരമായ മാറ്റം പറഞ്ഞെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം മാറ്റമില്ല, അഥവാ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഇന്റേണൽ മാർക്സ്, അതിനകത്ത് ചേഞ്ചസ് വരില്ല. അപ്പോൾ കണ്ടിന്യൂസ് ഇവാലുവേഷനാണ് അത്, നമുക്കറിയാം. ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത മുതൽ എൻഡ് വരെ അതിനിടയിൽ ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകൻ കൊടുക്കുന്ന ഇന്റേണൽ മാർക്സ് നമ്മൾ പറയും. ആ മാർക്സിനകത്ത് ഒരു ചേഞ്ചസും വരാത്ത കഴിയില്ല, അത് നിലവിലുള്ള മാർക്സ് തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ്റെ കാര്യമാണ്. ഈ അഡ്മിഷൻ എന്ന് പറയുന്നത് 2 എക്സാമിൻ്റെ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ നടത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രൊവിഷണലായിട്ട് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, താൽക്കാലിക നിലവിലെ റിസൾട്ട് ഉപയോഗിച്ച് അവർക്ക് അഡ്മിഷൻ എടുക്കാം. എന്നാൽ ഫൈനൽ ഈ ഫസ്റ്റ് സെക്കൻഡ് എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം അതിനെ ആസ്പദമാക്കി ആ റിസൾട്ടിനെ ബേസ് ചെയ്ത് തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. താൽക്കാലിക അഡ്മിഷൻ ഉണ്ട് ഇൻ ബിറ്റ്വീൻ മെയിൻ എക്സാം ആൻഡ് ഓപ്ഷണൽ എക്സാം. ഗ്രേഡ് 10 CBSE ബോർഡ് സ്റ്റുഡൻസിന് ഇനി എക്സാമിനെ കുറിച്ചൊരു പേടിയും വേണ്ട. ഓക്കെ, അവർക്ക് 2 അവസരങ്ങളുണ്ട്. സോ ലെസ് സ്ട്രെസ് ആൻഡ് മോർ സക്സസ്. CBSEയുടെ ഈ പുതിയ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ്സ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.